നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മൾ വാട്ടർ ടാങ്കിലൊരു ഫിൽട്ടർ പിടിപ്പിച്ചത്. ലൈനയിൽ നമ്മളൊരു വാട്ടർ ഫിൽട്ടർ പിടിപ്പിച്ചായിരുന്നു. അതായത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഫിൽട്ടറിൽ വന്ന് ഫിൽട്ടറായിട്ടാണ് നമ്മളുടെ അകത്തെ ടാപ്പുകളിലേക്കും ഒക്കെ വരുന്നത്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാങ്കിലെയും അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലെയും ഒക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽട്ടറിൽ അത് തടഞ്ഞു നിർത്തും. അതുവഴി നമ്മുടെ ടാപ്പുകളൊക്കെ അടയാതെ, നമ്മളൊക്കെ വീടുകളിൽ കാണാമല്ലോ, ടാപ്പുകളിൽ നിന്ന് ഫ്രഷറി വെള്ളം വരത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിൽട്ടർ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ ഇതും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് സംശയം ചോദിച്ചായിരുന്നു ഈ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതുപോലെ തന്നെ ഇത് തിരിച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വാട്ടർ പ്യൂരിഫൈഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈനയിലൊരു വെള്ളം നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു ഫിൽട്ടർ പിടിപ്പിച്ചായിരുന്നു. അപ്പം ഈ ഒരു ഫിൽട്ടറായിരുന്നു അന്ന് പിടിപ്പിച്ചിരുന്നത്. വീഡിയോയ്ക്കകത്ത് നമ്മളത് വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നോട് സംശയം ചോദിച്ചായിരുന്നു, ഇതിൻ്റെ ഫിൽട്ടറിങ് ശരിയാവുന്നുണ്ടോ, ഇത് എങ്ങനെയുണ്ട്, വർക്കിംഗ് ആണോ, ഈ സംഭവം വെള്ളം നല്ല പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നത്. ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറയട്ടെ. ഇത് വെള്ളത്തിലെ നമ്മുടെ കിണറ്റിലെയൊക്കെ ഉള്ള കുറച്ച് അഴുക്കുകൾ അല്ലെങ്കിൽ പൊടികൾ ഇവയൊക്കെ ടാങ്കിൽ നിന്ന് വരുന്നത് നമുക്ക് കുറച്ച് തടഞ്ഞു നിർത്താനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പ്യൂരിഫൈ ആയി കിട്ടത്തില്ല. നമ്മുടെ ടാപ്പുകളൊക്കെ അടഞ്ഞു പോകാതിരിക്കാനും അഴുക്കുകളൊക്കെ വന്ന് ടാപ്പെല്ലാം ഇങ്ങനെ അടഞ്ഞു പോകുന്ന കാണത്തില്ലേ, അങ്ങനെയുള്ള സംവിധാനങ്ങളും കുറേ പൊടികൾ ഇതൊക്കെ തടഞ്ഞു നിർത്താനാണ് നമുക്കിത് പ്രയോജനമുള്ളത്. നമ്മുടെ വീട്ടിലെ ടാപ്പിൻ്റെ ഫോഴ്സൊക്കെ കുറയുന്നതിൻ്റെ കാരണം ടാങ്കിൽ നിന്ന് ഈ അഴുക്കുകൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫിൽട്ടർ ഇവിടെ ഫിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിച്ചു നോക്കി ഇതിൻ്റെ അകത്ത് എന്തുമാത്രം ചെളിയുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അഴിച്ച് കാണിക്കാം. നമുക്ക് എന്നിട്ട് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തായാലും ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിത് അഴിക്കാം. ഇതെങ്ങനെ അഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വാൽവുണ്ട്. ഈ വാൽവ് ഓഫ് ചെയ്തിട്ട് വേണം. ഇപ്പം നല്ല പ്രഷറില്ലാതെ അതിൻ്റെ അകത്ത് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇത് തുറക്കാൻ പറ്റത്തില്ല. നമ്മളിത് വാൽവ് ഓഫ് ചെയ്തിട്ട് ആണ് ഇത് തുറക്കാൻ പോകുന്നത്. ഇനി നമ്മളിത് തുറക്കുവാണ്. ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതാണിപ്പോഴവസ്ഥ. കേട്ടോ, ഫുള്ള് ചെളിയാണ്. ചെളിയും അഴുക്കുകളും ഇതിൽ വന്ന് അടഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ മുഴുവൻ ഇവിടെ തടഞ്ഞു നിർത്തിയത് ഫിൽട്ടർ ആകുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബക്കറ്റിലിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടി. ഇതിൻ്റെ ആഘോഷം വലിയ കുഴപ്പമില്ല. ഇപ്പം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മളിതൊരു ബക്കറ്റിനകത്തോട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. നമ്മൾ പല്ല് തേക്കുന്ന കൂട്ടൊരു ബ്രഷ് എടുത്ത് അത് വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിങ്ങനെയെല്ലാം നല്ലപോലെ ഉരച്ച് ക്ലീൻ ചെയ്ത് എടുക്കുക. അതുപോലെ ആകവും ഇത് പ്രഷർ വാഷറൊന്നും ഒഴിച്ച് അടിച്ച് കളയാതിരിക്കും നല്ലത്. ഈ നെറ്റ് ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ വല്ല കോട്ടൺ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തൊന്നായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു വാഷറുണ്ട്. ഈ വാഷർ പോകാതെ സൂക്ഷിക്കണം. ഇതിങ്ങനെ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ടാപ്പിലെ ഫോഴ്സ് കുറയുമ്പോഴാണ് നമ്മളിതിങ്ങനെ ചെയ്യേണ്ടത്. ടാപ്പിൽ കൂടെ വെള്ളം അധികം വരാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം ഇത് ഫുള്ള് അടഞ്ഞിരിക്കുക എന്നുള്ളത്. ഇത് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ടാപ്പിൽ ഫോഴ്സ് കിട്ടാത്തത്. അപ്പോൾ ഇത് നമുക്കത് മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡോഗവും പുറമെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അടപ്പുമെല്ലാം. ഇതിനകത്തോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും ഓണാക്കിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇതിനകത്തൊരു വെട്ടുണ്ട്, അതിനകത്തോട്ട് ഇത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു വാഷറുണ്ട്, ഇത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ വേണ്ടതാണ്. ഇത് ഓക്കെ ആയിക്കഴിഞ്ഞ് ഇത് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
ഓവർ ടൈറ്റ് ആക്കണ്ട, ഒരു ലീക്ക് വരത്തില്ലാത്ത രീതിയിൽ, ഇല്ല വെള്ളം പോകത്തില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ വാൽവ് നമ്മൾ ഓണാക്കുമ്പോൾ ഒറ്റയടിക്ക് തുറന്നു വിടാതെ കുറേശ്ശെ തുറന്നു വിടുക. എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ പ്ലംബിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ എൽബോകൾ ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതൽ, പ്രഷർ വെള്ളം താഴ്ത്തി ചെല്ലുമ്പോഴത്തേന്. അപ്പം കുറേശ്ശെ തുറന്ന് കൊടുത്തു വിട്ടാൽ മതി, അത് കറക്റ്റായിട്ട് ഫിൽറ്റർ ആയിക്കോളും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ച് ഒത്തിരി പേര് നമ്മളോട് കമൻ്റായിട്ട് മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചായിരുന്നു, ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാമോ, ഇതെങ്ങനെയാണ് ഇത് ഫിൽറ്ററിങ് നടക്കുന്നത്, ഇതിനകത്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി. ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടാപ്പുകളൊക്കെ അടയാതെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോഴ്സ് കിട്ടും. ടാപ്പൊക്കെ വന്ന് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.